ഇന്നിപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് ഞാൻ വളരെ കൃത്യമായി എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. ഓരോന്നായി എന്തൊക്കെയാണ് സംഭവിച്ചത്, എവിടെയൊക്കെയാണ് നമുക്ക് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നത്. നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം പറയാം. നാളെ ആദ്യം സംഭവിക്കാൻ പോകുന്നത് രാവിലെ 6:30 തന്നെ ആർമിയുടെയും നേവിയുടെയും സംഘം ഈ സ്പോട്ടിലേക്ക് വരും. നാളെയും തെരച്ചിൽ തുടരും. ഇന്ന് രാത്രിയിൽ ഇന്ദ്രബാലൻ്റെ തെരച്ചിൽ വളരെ നിർണായകമാണ്. ഇന്ദ്രബാലൻ്റെ സംഘം ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ച് കണ്ടെത്തിയ മൂന്നാമത്തെ സ്പോട്ടാണ് ഇപ്പോഴത്തെ ഏറ്റവും ഡിസിസീവ് ആയിട്ടുള്ള സ്പോട്ട്. ആ മൂന്നാമത്തെ സ്പോട്ടിലാണ് ട്രക്ക് ഉള്ളത് എന്നാണ് സംശയം. ബാക്കി 4 പാർട്ടികൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്, അഥവാ 4 ഇടങ്ങളിൽ കൂടി ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊന്ന് റോഡിൻ്റെ കൈവരിപ്പാത നിർമ്മിച്ചിരുന്ന ലോഹവസ്തുവാണ്. റോഡിൻ്റെ സേഫ്റ്റി റെയിൽ എന്ന് നമ്മൾ പറയും. റോഡിൻ്റെ പാതയിൽ പുഴയോട് ചേർന്നുള്ള ഭാഗത്തൊരു സേഫ്റ്റി റെയിൽ ഉണ്ടായിരുന്നു, അത് പുഴയിലേക്ക് വീണിട്ടുണ്ട്. രണ്ടാമത്തത് ആ റോഡിനോട് സൈഡിൽ നിന്നിരുന്ന ഒരു വലിയ കൂറ്റൻ ടവറുണ്ട്, ഇലക്ട്രിക് ടവറുണ്ട്. ആ ഇലക്ട്രിക് ടവറും വെള്ളത്തിൽ പോയിട്ടുണ്ട്. മൂന്നാമത്തത് മറ്റൊരു കണ്ടെയ്നർ ട്രക്കിൻ്റെ എൻജിൻ ക്യാബിനാണ്. മറ്റൊന്ന് നമ്മളുടെ അർജുൻ ഉപയോഗിച്ച വാഹനമാണ്. ഈ 4 വസ്തുക്കളാണ് പുഴയിൽ മുങ്ങിക്കിടക്കുന്നത്. അതിൽ മൂന്നാമത്തെ സ്പോട്ടിലുള്ള വാഹനം ഏറെക്കുറെ അർജുൻ്റെ ഭാരത് ബെൻസ് ആണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഇന്ദ്രബാലനുള്ളത്. പക്ഷേ ഔദ്യോഗികമായ കൺഫർമേഷൻ ഫിസിക്കൽ വെരിഫിക്കേഷനിലൂടെ മാത്രമേ സാധ്യമാവൂ. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ സീറോ വിസിബിലിറ്റിയുള്ള ഈ ഗംഗാവാലിയിലെ ഈ ശക്തമായ അടിയൊഴുക്കുള്ള പുഴയിൽ മറ്റ് അണ്ടർ വാട്ടർ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൃശ്യമെടുക്കുക സാധ്യമല്ല. ആകെ നമുക്ക് ലഭ്യമാവുന്നത് റഡാറിൻ്റെ ഇമേജിംഗ് ടെക്നോളജി വഴിയിൽ നമുക്ക് ലഭ്യമാവുന്ന ചില ഡാറ്റ മാത്രമാണ്. ആ ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ടാണ് നിലവിൽ നമുക്ക് ഉത്തരങ്ങൾ കിട്ടുന്നത്. ഇന്ദ്രബാലൻ്റെ ഐബോർഡ് ഏറ്റവും പവർഫുള്ളായ മെഷീനാണ്. 30 മീറ്ററോളം താഴ്ചയിൽ, കരയിലാണെങ്കിൽ മണ്ണിലാണെങ്കിൽ ഏകദേശം 20 മീറ്ററോളം താഴ്ചയിലുള്ള വസ്തുക്കളെ കണ്ടെത്താൻ സാധിക്കും. വെള്ളത്തിലാണെങ്കിൽ 30 മീറ്റർ വരെ താഴ്ചയിലുമുള്ള വസ്തുക്കളുടെ സാന്നിധ്യം ഈ റഡാർ മെഷീന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്തപ്പോഴാണ് ഇന്നലെ നേവി കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും ഏകദേശം 40 മീറ്റർ മാറി ഇന്ന് ട്രക്കിൻ്റെ പൊസിഷനിങ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനുള്ളിൽ, ആ ക്യാബിനുള്ളിൽ നമ്മുടെ പ്രിയപ്പെട്ടവനുണ്ടോ എന്നതാണ് ചോദ്യം. അതിൽ ഉള്ള സാധ്യത മങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ നിരാശയോടുകൂടി നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഈ മൂന്നാമത്തെ സ്പോട്ടിൽ ട്രക്കിൻ്റെ ഭാഗത്ത് ഐബോർഡ് ഡ്രോൺ നടത്തിയ തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന, ആ തെർമൽ സ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ബോഡി ഹിറ്റ് കണ്ടെത്താൻ സാധിച്ചില്ല. മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒരു ബോഡി ടെമ്പറേച്ചർ ഉണ്ടാകും. അവിടെ ജീവനോട് കൂടി ഒരു മനുഷ്യനുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ ടെമ്പറേച്ചർ സ്കാൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ ഇന്ന് രാത്രിയിലും ആ തെർമൽ സ്കാനർ നടത്തും. കാരണം പുഴ കുറച്ചുകൂടി തണുക്കുമ്പോൾ രാത്രിയിൽ ആ കൂളിംഗ് ടെമ്പറേച്ചറിൽ കുറച്ചുകൂടി ഏതെങ്കിലും തരത്തിൽ ആ ബോഡി ഹീറ്റ് പുറത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് ആ ടെമ്പറേച്ചർ അളക്കുന്ന തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണം നടത്തും. ആ തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മൂന്നാമത്തെ പാർട്ടിലെ ട്രക്കിൽ അർജുൻ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ നാളെ രാവിലെ തീർച്ചയായും ആ ഭാഗത്തേക്കാണ് സ്കൂബ ഡൈവേഴ്സ് പോവുക. അതല്ലെങ്കിലും നാളെ സ്കൂബ ഡൈവേഴ്സ് അവിടെ മുങ്ങാൻ ശ്രമിക്കും. ഇന്ന് എന്തുകൊണ്ട് സ്കൂബ ഡൈവേഴ്സ് മുങ്ങിയില്ല എന്ന ചോദ്യത്തിനും ഉത്തരം നമുക്കുണ്ട്. അവരതിന് ശ്രമിച്ചു, പക്ഷേ നിർഭാഗ്യവശാൽ 8 നോട്ടിക്കൽ മൈലോളം വേഗതയിലാണ്, 6 to 8 നോട്ട്സോളം വേഗതയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു പുഴയാണ്. സാധാരണ നേവിയിലെ ഏറ്റവും ട്രെയിൻഡ് ആയിരിക്കുന്ന സ്കൂബ ഡൈവേഴ്സ് പോലും പരമാവധി 3 നോട്ട്സിലൊക്കെയാണ് സ്കൂബ ഡൈവിങ് ചെയ്യാറുള്ളത്. ഇവിടെ 8, അതിൻ്റെ ഏകദേശം ഇരട്ടിയിലധികം ഒഴുക്കുള്ള ഒരു പുഴയിലാണ് നേവിയുടെ വിഭാഗത്തിന് സ്കൂബ ഡൈവിങ് ചെയ്യേണ്ടി വരുന്നത്. അത് അതിസങ്കീർണമാക്കുന്നു. മാത്രമല്ല സീറോ വിസിബിലിറ്റിയാണ് ഇപ്പോൾ ഗംഗാവാലി പുഴയിലുള്ളത്. അതുകൊണ്ട് അർജുനെ തിരിഞ്ഞുകൊണ്ട് ട്രക്കിലേക്ക് ആ സ്ഥലത്ത് ജമ്പ് ചെയ്ത് നീന്തിയെത്തുക അസാധ്യമായൊരു കാര്യമാണ് നിലവിൽ നേവിക്ക്. അതുകൊണ്ടാണ് നേവിക്ക് അത് സാധ്യമാകുന്നത്. എന്നിട്ടും നേവി ഇന്നതിന് ശ്രമിച്ചു. 2 തവണ ജമ്പ് ചെയ്ത് പോകാൻ ശ്രമിച്ചു. പക്ഷേ ആ ബോട്ടും ആ റാഫ്റ്റിംഗ് മെഷീൻ, ഡിങ്കി ബോട്ട് വളരെ വേഗം ഒഴുകി പോകുന്നത് നമ്മൾ കാണുകയും ചെയ്തു. അതുകൊണ്ട് നാളെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ രാവിലെ തന്നെ നേവിയുടെ സ്കൂബ സംഘം ഒരു ശ്രമം നടത്തും. ഇന്ന് രാത്രിയോടുകൂടി നമുക്കൊരു വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടും അർജുൻ എൻ്റെ ശരീരം ഈ ട്രക്കിനുള്ളിൽ ഉണ്ടോ എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ട്രക്കിൽ നിന്ന് വേർപെട്ടുപോയ തടിയുടെ കഷണങ്ങൾ റിപ്പോർട്ടർ ടിവിയും കണ്ടെത്തിയിട്ടുണ്ട്. അത് റിപ്പോർട്ടർ ടി വി തന്നെ സ്ഥിരീകരിച്ചു. മനാഫുമായി ബന്ധപ്പെട്ടു. അതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന PA1 ഈ തടിയുടെ ലോറി കയറ്റി വന്നിരിക്കുന്ന തടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഇമേജ് കൂടി നമുക്കൊന്ന് പ്രേക്ഷകരെ കാണിക്കാവുന്നതാണ്. റിപ്പോർട്ടർ ടി വി അത് സ്ഥിരീകരിച്ചത് ഇങ്ങനെയാണ്. 8 കിലോമീറ്ററുകളെ അങ്കോളയിലാണ്, അങ്കോളയ്ക്കടുത്തുള്ളൊരു സ്ഥലത്താണ് ഇത് കണ്ടെത്തിയത്. ആ സ്ഥലത്ത് കണ്ടെത്തിയ ഏതാനും തടി കഷണങ്ങൾ ചില വീടിൻ്റെ മുറ്റത്ത് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. സാധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗംഗാവാലി പുഴയിലൂടെ ഒരുപാട് തടി കഷണങ്ങൾ പോകും. ഇതാണ് അവിടെ കണ്ടെത്തിയ 8 കിലോമീറ്റർ അകലെ കണ്ടെത്തിയ തടി കഷണമാണ്. പ്രേക്ഷകർ കാണുന്നതിൽ മാർക്ക് ചെയ്തിരിക്കുന്നു. നോക്കൂ, PA1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഈ ലോറിയുടെ വിഷ്വൽസ് കൂടി കാണിക്കും. ഇതാണ് ആ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ തടി കഷണങ്ങൾ. റിപ്പോർട്ടറിൻ്റെ എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആയിരുന്നു ആദ്യഘട്ടത്തിൽ റിപ്പോർട്ടർ ബ്രേക്ക് ചെയ്ത വാർത്തയിൽ. ഈ ദൃശ്യങ്ങൾ കൂടി ഇനി പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഇത് ഇന്ന്, അതായത് അപകടം നടക്കുന്ന ദിവസം അർജുൻ്റെ ഭാരത് ബെൻസിലേക്ക് 300-ലധികം വരുന്ന ചെറിയ അക്കേഷ്യ മരങ്ങൾ കയറ്റിയിരുന്നു. അതിലൊരു ഭാഗത്ത് നമുക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റും
പറ്റുമെങ്കിൽ നന്നായിരിക്കും. അതിൽ PA1 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ ക്ലോസ് ആയി ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അതിൽ PA1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ തടിക്കഷണങ്ങളാണ് 8 കിലോമീറ്റർ അകലെ തീരത്ത് വീട്ടിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. PA1 എന്ന് പ്രേക്ഷകർക്ക് കാണാം, അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ തടിക്കഷണങ്ങളാണ്. അപ്പോൾ വളരെ ദുർബലമായ ചരട് കൊണ്ടായിരിക്കും ഒരുപക്ഷെ കെട്ടിയിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ പോലും ഇത്രയും വലിയ മാസീവ് ലാൻഡ് സ്ലൈഡിൽ ആ ചരടൊന്നും നിൽക്കില്ല. PA1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന അക്വിഷ തടിക്കഷണങ്ങൾ ഇതാ നോക്കൂ. PA1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെ സൂക്ഷ്മമായി ഇതിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. എല്ലാ തടിക്കഷണങ്ങളിലും PA1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ PA1 തന്നെയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്ന PA1. അതായത് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്ത ആ അർത്ഥത്തിൽ ശരിയായിരുന്നു. 2 തടിക്കഷണങ്ങളും ശരിയാണ്. അത് ആ വാർത്തയുടെ വിവരം കൂടി ഇന്നിപ്പോൾ ഇന്ദ്രബാലൻ പങ്കുവയ്ക്കുന്നുണ്ട്. മാധ്യമങ്ങളിലൂടെ കണ്ടെത്തിയ വാർത്ത എന്ന് സൂചിപ്പിക്കുന്നു. ഇത് റിപ്പോർട്ടർ കണ്ടെത്തിയ ഈ PA1 എന്ന ഈ തടിക്കഷണമാണ്. ആ തടിക്കഷണത്തിൻ്റെ വിഷ്വൽസ് മാച്ചിങ് ആണെന്നും റിപ്പോർട്ടർ തന്നെ നേരത്തെ തന്നെ 2 ദൃശ്യങ്ങളും കൂടി സമീകരിച്ചുകൊണ്ടും മനാഫിൻ്റെ അഭിപ്രായം എടുത്തുകൊണ്ടും നമ്മൾ സ്ഥിരീകരിച്ചിരുന്നു. അതുകൊണ്ട് ഈ ലോറിയിൽ നിന്ന് വേർവിട്ടുപോയ തടിക്കഷണങ്ങൾ 8 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് നൽകുന്ന സൂചന എന്താണ് എന്നതും ഇന്ന് ഇന്ദ്രബാലൻ വിശദീകരിച്ചു. നേരത്തെ നമ്മൾ ഈ ട്രക്കുണ്ട് എന്ന് കണ്ടെത്തിയ സ്ഥലത്ത്, അഥവാ ട്രക്ക് പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് പുഴയിലേക്ക് വീഴുന്ന സ്ഥലത്ത് നിന്നും കുറച്ചുകൂടി 60 മീറ്ററോളം താഴേക്ക് ഡൗൺ സ്ട്രീമിലേക്കാണ് ഇത് ഒഴുകിപ്പോയിരിക്കുന്നത്. 50 മീറ്റർ പ്ലസ് എന്നാണ് ഇന്ദ്രബാലൻ വിശദീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ഇന്ദ്രബാലൻ പറഞ്ഞ ഏറ്റവും നിർണായകമായ ഇന്നത്തെ ഇൻപുട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഇന്ദ്രബാലനും രാജീവ് റോയും രാജേന്ദ്രനും അടങ്ങിയ സംഘമാണ്. അവരുടെ ഐബോർഡ് ഡ്രോൺ ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട്, അഥവാ ഇൻ്റലിജൻറ്റ് ബറീഡ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രോൺ പരിശോധനയാണ് നടന്നത്. അതിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഇന്ദ്രബാലൻ വിശദീകരിക്കുന്നത് വൈകി എത്തിയ പ്രേക്ഷകർക്കായി ഒരിക്കൽ കൂടി പറയാം. അതിനുശേഷം ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ, ഇനി നാളെ സംഭവിക്കാൻ സാധ്യതയുള്ളത്, പ്രോബബിലിറ്റി, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആഴത്തിൽ വിദഗ്ധരുടെ സഹായത്തോടു കൂടി വിശകലനം ചെയ്യും. സ്കൂബ ഡൈവേഴ്സ്, ഡിഫൻസ് PRO തുടങ്ങിയവരുടെയൊക്കെ സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വരുന്ന മണിക്കൂറുകളിൽ. കേരളം കാത്തിരിക്കുന്ന വാർത്തയ്ക്ക് വേണ്ടി ഇനി നമ്മൾക്ക് ഒരു പുലരി കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. നാളെ നിർണായകമായ ദിവസമാണ്. നമ്മൾ ഇന്നലെയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. 10-ാം ഉദയം ഇന്ന് നമുക്ക് അർജുൻ്റെ എന്തെങ്കിലും പ്രതീക്ഷകൾ ലഭിക്കും എന്ന് പറഞ്ഞു. സാങ്കേതിക വൈദഗ്ധ്യം ലഭിച്ച ആളുകളുടെ പരിശോധനയാണ്. നമുക്കതിനുമപ്പുറം ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരു 3-4 ദിവസത്തെ ഡിലേഡ് ആയിട്ടുള്ള ഒരു പോക്ക്, അതിനുശേഷം സാവധാനം വേഗത കൂടുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളായി അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഫുൾ ഫ്ലെഡ്ജഡായി നടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ആർമിയുടെയും നേവിയുടെയും ഒപ്പം തന്നെ ഇന്ദ്രബാലനെ പോലുള്ളവരുടെയും ഒക്കെ സാങ്കേതിക വൈദഗ്ധ്യം